പതിപോലെ രാവിലെ എണീച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പൂച്ചക്കുട്ടന്മാർ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ പോയി ഫുഡ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴിക്കാൻ നല്ല ദോശയും തക്കാളി ചമ്മന്തിയും ഉള്ളിക്കറിയൊക്കെ ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ഇതെന്റെ ടുട്ടുവിന്റെ കുഞ്ഞാണേ. ഇവന്റെ നോട്ടം നോക്കിക്കേ, ക്യൂട്ടല്ലേ കാണാന്. അവനൊരു പാവമാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. ഇവന് ഒരു കുഞ്ഞ് മാത്രമല്ല കേട്ടോ, 2-3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ എക്സാം ആയിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചായ എല്ലാം കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പുറത്തുപോയി വന്നപ്പോഴത്തേനും എനിക്ക് നല്ല പൊതി ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല വാഴയിലെല്ലാം പൊതി നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. പൊതി അങ്ങ് തുറന്നപ്പോഴേ നല്ല അടിപൊളി മണമായിരുന്നേ. ഒരു മുട്ടയും 2 ചിക്കൻ പീസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഹാപ്പി ആയിരുന്നേ. എനിക്കൊരു ലെഗ് പീസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ വരച്ച മെസ്സിയാണേ. ഞാനൊരു മെസ്സി ഫാനാണ്. നിങ്ങൾക്ക് ഈ മെസ്സി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോയുടെ ഇടയിൽ ഒരു കമന്റ് ഇട്ടേക്കണേ കേട്ടോ. ഇത് ഞാൻ അന്ന് നട്ട ആമ്പലാണേ. രണ്ടും കൂടെ ഒരുമിച്ച് നട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു താമര മഞ്ഞളായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി 2-3 മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചിക്കുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ കൊണ്ടുവന്ന പോലെ ഇവനെ കാണാതിരിക്കാനേ പറ്റൂലേ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവനെ മിസ് ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ പോകുമ്പോഴാണ്. ചേട്ടൻ അമ്പലത്തിൽ വന്നപ്പോഴേ നല്ല പാൽപ്പായസം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വൈകിട്ട് കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചായ എല്ലാം കുടിച്ച് കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിച്ചു. അമ്മ രാത്രി കഴിക്കാൻ നല്ല പപ്പടവും അച്ചാറും മീൻ വറുത്തതും മീൻ തോരനും അവിയലും രസമൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കൂടി ഫുഡും കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.